Philip sir. Okay. തുടങ്ങാല്ലേ? തുടങ്ങാം സാറേ, തുടങ്ങാം. എല്ലാവർക്കും ഒരു വളരെ സന്തോഷപ്രദമായ ഒരു ഗുഡ് ഈവനിങ്. ഇന്നത്തെ ചർച്ചാ വിഷയം ലൈഫ് ടൈം സ്ട്രഗിൾ ഹെഡ് എന്നുള്ളത് രാമേട്ടന് എനിക്ക് തന്നാണ്. എൻ്റെ പേര് ഫിലിപ്പ് എന്നാണ്. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഒരു മെമ്പറാണ്. Hi, Philip sir. Hi, Philip sir. Hi, Philip sir. ഗുഡ് ഈവനിങ്. Hi. നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് ഈ മീറ്റിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ വെൽക്കം. നിങ്ങൾക്ക് സ്വാഗതം. ഇത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം. ഒരു ആൽക്കഹോളിക്കിന് വരാൻ നോക്കുന്നത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലമാണ്. സേഫസ്റ്റ് പ്ലേസ് an alcoholic could be in is in a meeting of Alcoholics Anonymous. ഞാൻ വന്നിട്ട് ഒരു 40 കൊല്ലം കഴിഞ്ഞു. 1987 വന്ന് ഇപ്പം 86 ആയി. അപ്പം 40 കൊല്ലം തികഞ്ഞു. ഈ 40 കൊല്ലത്തിൽ ഞാൻ എന്ത് നേടി? ഒരു വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ജീവനോടുണ്ട്. പക്ഷെ ആ ഒരു കാലഘട്ടം, ഒരു 4 ഡീക്കേഡ് എങ്ങനെ കഴിച്ചു കൂട്ടിയെന്നാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ ജീവിതം ബോംബെയിലാണ്. ഞാൻ ജനിച്ചത് കേരളത്തിലാണ്, കായംകുളം എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാൻ എൻ്റെ ഫാമിലിയിലെ മൂത്ത സന്താനമാണ്. ഞങ്ങൾ 4 പിള്ളേരായിരുന്നു. 3 ആണുങ്ങളും ഒരു പെൺകൊച്ചും. പെൺകൊച്ചു മരിച്ചു. ബാക്കി 2 ആൺപിള്ളേർ 2 പേരുണ്ട്. ആ കുടുംബത്തിലെ നിയന്ത്രണം ഇല്ലാതെ പോയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. നിയന്ത്രണം ഇല്ലാതെ പോയെന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് എന്തുകൊണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അതങ്ങനെ ആയിരിക്കേണ്ടിയിരുന്നു. ഞാൻ അനുഭവിച്ചതെല്ലാം ഞാൻ അനുഭവിക്കണമായിരുന്നു. എങ്കിലേ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്ക് ഇത് സംസാരിക്കാൻ പറ്റുകയുള്ളായിരുന്നു. അപ്പം എല്ലാത്തിനും ഒരു കാരണമുണ്ട്. എല്ലാവരും ഈ ചുഴഞ്ഞിട്ട് നോക്കുന്ന പോലല്ലല്ലോ. നമ്മൾ എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. ഇംഗ്ലീഷിൽ പറയുന്ന I had to go through whatever I went through to be the person I am today. അതിനകത്ത് പ്ലസും മൈനസും ഇല്ല. അപ്പം എൻ്റെ ജീവിതം, ഞാൻ ജനിച്ചു കഴിഞ്ഞ് ആ മാസം അടുത്ത മാസം കണ്ട് തന്നെ തിരിച്ച് ബോംബെ വന്ന്. എൻ്റെ ഫാദർ ബോംബെയിൽ എംപ്ലോയിഡ് ആയിരുന്നു. പലതരം സ്കൂളുകളിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഞാൻ ആ പ്രായത്തിൽ ഞാൻ എന്നെ തീരെ ചെറുപ്പത്തിൽ കിൻഡർ ഗാർഡനിൽ പോകുന്ന ഓർമ്മയുണ്ട്. പിന്നെ ഒരു പ്രൈവറ്റ് പബ്ലിക് സ്കൂളിൽ പോകുന്ന ഓർമ്മയുണ്ട്. അവിടുന്ന് ഞാൻ നാട്ടിൽ തങ്കശ്ശേരി കൊല്ലത്ത് ഒരു വർഷം വന്ന് പഠിക്കുന്ന ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് ബോംബെ വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇതിനകത്തെല്ലാം ഒരു വലിയ കമ്പോണന്റ് എന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്ന ഫിയർ ഫാക്ടറായിരുന്നു. ഞാനൊരു എനിക്ക് മടിയില്ല. പക്ഷെ പണ്ട് അത് മടിയായിരുന്നു. ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദ ഫിയർ. പേടി കാരണമായിരുന്നു. അത് ട്രീറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട്. പക്ഷെ അത് അത്ര ഫലപ്രദമല്ലായിരുന്നു. സോ എൻ്റെ ബാല്യത്തിൽ എൻ്റെ സ്കൂളിൽ ആ ഒരു സ്കൂൾ ടെക്നിക്കാലിറ്റി എന്ന് പറയുന്ന പിള്ളേർ പോയി കളിക്കുകയും അതൊക്കെ ചെയ്യും. ഐ വാസ് തിങ്കിങ് ഓഫ് ഹൗ ടു എസ്കേപ്പ്. അവിടുന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ ചിന്തയും എൻ്റെ വിചാരങ്ങളും. സോ ഒരു പ്രായം വരെ ഞാൻ തങ്കശ്ശേരി വരുന്നതും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ സെക്കൻഡ് 6-7 വയസ്സുണ്ട്. എനിക്കറിയാമായിരുന്നു ഞാൻ എൻ്റെ സ്ഥലത്ത് ബോംബെയിൽ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആയിരുന്നു എന്നുള്ളത്. അപ്പം ആ ചെറുപ്രായത്തിൽ തന്നെ എസ്കേപ്പിസം എനിക്ക് വളരെ
ആയിട്ട് അറിയായിരുന്നു. കാരണം ഞാനൊരു 6 മാസം എൻ്റെ ശബ്ദം പോയെന്ന് ഞാൻ ഓട്ടിക്കോൾ ജീവിച്ച് കാണിച്ചു. എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് കായംകുളത്ത്. എന്നിട്ട് എൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടെന്ന് ഞാൻ കാണിച്ചു. എന്ന് വെച്ചാൽ എനിക്ക് തിരിച്ച് ബോംബെ പോകണം, അപ്പോൾ എന്തെങ്കിലും ഒരു മാർഗം കാണിക്കണ്ടേ. അപ്പം ദീനക്കാരനായാലാണല്ലോ ഏറ്റവും നല്ല മാർഗം. എൻ്റെ ശബ്ദം പോയി. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇന്നത്തെ കാലത്ത് തന്നെ മാവേലിക്കര ഇവിടെയും അവിടെയൊക്കെ ഹോമിയോപ്പത്തിയും അലോപ്പത്തിയും ഇതെല്ലാം നോക്കി എങ്ങനെയാണ് എന്നെ ഒന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റുന്നതെന്ന്. പക്ഷേ എൻ്റെ എയിം എന്ന് പറയുന്നത് തിരിച്ച് ബോംബെക്ക് പോകാനായിരുന്നു. അത് അവസാനം അത് അതുപോലെ തന്നെ നിവർത്തിച്ചു. സോ ആ ഒരു പ്രായത്തിൽ തന്നെ എനിക്ക് എൻ്റെ മൈ വേ ഓർ ദ ഹൈവേ എന്ന് പറയുന്ന പോലെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഞാൻ നേടാൻ എൻ്റെ ദീനം പ്രോത്സാഹിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചെന്നുള്ളതായിരുന്നു. സോ ആ ഒരു പേടി മാറാനായിട്ടും ആ ഒരു ചിന്താഗതി, ആ പേടിയുടെ ആ ചിന്താഗതി മാറാനായിട്ടുള്ള ആ ഒരു ഇതിലുള്ള കാലഘട്ടത്തിലാണ് ഞാനൊരു 10-12 വയസ്സുള്ളപ്പോൾ ആദ്യമായിട്ട് ഈ ആൽക്കഹോള് ട്രൈ ചെയ്യുന്നത്. അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ബോധ്യപ്പെട്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ അത് കുടിച്ചു കഴിഞ്ഞ ഉടനെ എൻ്റെ ആ പേടിയും എൻ്റെ ആ മനുഷ്യരോടുള്ള ആ ഒരു വികാരങ്ങളൊക്കെ അങ്ങ് മാറി, എൻ്റെ ടോണേ മാറി. ഞാൻ എന്നിലൊരു നമ്മുടെ ഈ ബുക്കിൽ പറയുന്ന ഒരു പ്രൊഫൗണ്ട് പേഴ്സണാലിറ്റി ചേഞ്ച് എന്നിലുണ്ടായി, ഒരു ഉണർവുണ്ടായി എന്നിൽ. എനിക്ക് വേറെ വിധത്തിൽ ചിന്തിക്കാൻ പറ്റും. എൻ്റെ പേടികളെ എനിക്ക് മാറ്റി എന്നെ പുറയിലാക്കിയിട്ട് മുന്നോട്ട് പ്രൊജക്റ്റ് ചെയ്ത് ഒരു ജീവിതം ജീവിക്കാനൊക്കെ ഒക്കുമെന്നുള്ള ഒരു കാര്യം. അപ്പം ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞിട്ട് മനസ്സിലാക്കുന്നത് എനിക്ക് ജീവിതം ജീവിക്കാനുള്ള കഴിവില്ലായിരുന്നു എന്നുള്ളതാണ്. ആ കഴിവില്ലായിരുന്നുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് എങ്ങനെ എന്നെ തന്നെ കണ്ടക്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എല്ലാം പേടി മുഖാന്തരമായിരുന്നു ഞാൻ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എപ്പോഴും പറയും, ദ സം ഓഫ് മൈ ഡ്രിങ്കിങ് വാസ് ഈക്വൽ ടു ദ സം ഓഫ് മൈ ഫിയേഴ്സ്. എൻ്റെ പേടിയുടെ പുറത്താണ് ഞാൻ കുടിച്ചത്. ഞാൻ എത്രമാത്രം കുടിച്ചെന്ന് പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ പേടി. അപ്പം തീരെ ജീവിക്കാൻ അറിയാൻ വയ്യാത്ത ഒരു കെപ്പില്ലാത്ത, ഒരു ത്രാണിയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എപ്പോഴും എൻ്റെ മദറിൻ്റെ അസിസ്റ്റൻസോ എൻ്റെ ഫാദർ ആയിരുന്നെങ്കിൽ ഫാദറിന് ഒരിക്കലും മനസ്സിലാത്തില്ലായിരുന്നു ഈ ഒരു പയ്യൻ എങ്ങനെയായിരുന്നു. അതുകൂടാതെ എനിക്കൊരു ലേണിംഗ് ഡിസോർഡറും ഉണ്ടായിരുന്നു, ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. അപ്പം സ്കൂളിൽ പോയാലും അവിടെയും ബെഞ്ചിൽ കുത്തിയിരിക്കാൻ ഒക്കത്തില്ല. എന്ന് വെച്ചാൽ എന്നോട് എണ്ണിച്ച് വായിക്കാൻ പറഞ്ഞാൽ എനിക്ക് വായിക്കാൻ ഒക്കത്തില്ലായിരുന്നു. എനിക്ക് മെമ്മറൈസ് ചെയ്യാനൊക്കത്തില്ലായിരുന്നു. കാൽക്കുലേഷൻസ് തലതിരിച്ചായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നതെല്ലാം. ആ കാലത്ത് ആർക്കും ആ ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ആ ഒരു ദീനം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സോ ഐ ഹാഡ് ടു ലിവ് മൈ ലൈഫ്. അതൊരു വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു എൻ്റെ. 16 വയസ്സ് വരെയൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന ഞാൻ കുടിച്ച് നല്ല പരുവത്തിലായിരുന്നു എക്സാമൊക്കെ എഴുതാൻ പോകുന്നത്. എന്നുവെച്ചാൽ അതിനുള്ള മനോധൈര്യമില്ല. എനിക്കറിയാം എനിക്കൊന്നും അറിയത്തില്ലെന്നുള്ളത്. അവിടെ പോയി എന്ത് എഴുതാനാ, ആരെ കൊണ്ട് എഴുതിപ്പിക്കാനാ? സോ ഈ ഒരു ഹാൻഡിക്യാപ്പ് വെച്ചുകൊണ്ടാണ് ഞാൻ വളർന്നത് തന്നെ. ആ ഒരു കാലഘട്ടത്തിൽ 12-12ാമത്തെ വയസ്സിലാണ് ആൽക്കഹോളിനോട് ഇൻട്രൊഡക്ഷൻ കിട്ടുന്നത്. എൻ്റെ വീട്ടിൽ ആൽക്കഹോൾ വാസ് അവൈലബിൾ. എൻ്റെ പേരൻസ് ആരും കൂടിയ ആൽക്കഹോളിക്സ് അല്ലായിരുന്നു. പക്ഷേ എനിക്ക് അതിനോടൊരു റൊമാൻസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വല്ലപ്പോഴും ഒക്കെ വല്ലവരും എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഫാദർ അവരെ എൻ്റർടൈൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കാണുമ്പോൾ എനിക്കും അതിനകത്തൊരു സുഖം തോന്നി. ഒരിക്കൽ ആദ്യം ഈ കുപ്പിയുടെ ക്യാപ്പ് ഉണ്ടല്ലോ, ക്യാപ്പിനകത്താണ് കുടിച്ച് തുടങ്ങിയത്. ആ ഒരു ക്യാപ്പ് ഒരു 4-5 ക്യാപ്പ് അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് എനിക്കൊരു നല്ലൊരു ഉണർവുണ്ടാവും, ഒരു നല്ലൊരു ഫീലിംഗ് വരും. ദാറ്റ് ഫീലിംഗ് ഓഫ് ഓംനിപൊട്ടൻസ് പോലെ ഒരു ഫീലിംഗ് വരും. ഫീലിംഗ് ഓഫ് സെക്ലൂഷൻ. നമ്മുടെ ബുക്കിനകത്ത് എഴുതല്ലോ, ദാറ്റ് ലവ്ലി ഫീലിംഗ് ദാറ്റ് കംസ് ഓവർ ആൻ ആൽക്കഹോളിക് വൺസ് ഹി ടേക്സ് ദാറ്റ് ഫസ്റ്റ് ഡ്രിങ്ക്. ദാറ്റ് കെയിം ടു മീ. And I wanted to recreate that. അത് പിന്നെയും റീക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പം I was already hooked to the chemical.
ആ കാലഘട്ടത്തിൽ തന്നെ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. സിഗരറ്റ് ആണെങ്കിൽ വളരെ മുമ്പേ ഒരു 7-8 വയസ്സിലൊക്കെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബീഡി എടുത്ത് വലിച്ച് ഓർമ്മയുണ്ട്. പേപ്പർ ചുരുട്ടി വലിക്കുന്ന ഓർമ്മയുണ്ട്. സോ അഡിക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. ഇതായിരുന്നു എനിക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എനിക്കൊരു അഡിക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ, എനിത്തിങ് ദാറ്റ് വിൽ ചേഞ്ച് ഓഫ് പെർസെപ്ഷൻ, എൻ്റെ ചിന്തയോട് ഞാൻ അഡിക്റ്റഡ് ആകുമായിരുന്നു. അതിൻ്റെ കൂടെ പീപ്പിൾ പ്ലീസിങ്, എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം. അതിന് ഞാൻ ഐ വുഡ് ഗോ ടു എനി ലെങ്ത് ടു ഡു ദാറ്റ്. സോ ഇതിനകത്തെല്ലാം അണ്ടർലൈങ് ഫാക്ടർ എന്ന് പറയുന്നത്, വെൻ ഐ ഗോ ടു ബെഡ്, ഞാൻ കിടക്കാൻ പോകുമ്പോൾ, ഞാൻ എൻ്റെ ഡേ റിവ്യൂ ചെയ്യുമ്പോൾ അതിനകത്ത് വലിയ എസൻസ് ഒന്നും ഇല്ലായിരുന്നു. ഒന്ന് പേടി, സെക്കൻഡ് എനിക്ക് എല്ലാവരെയും പ്ലീസ് ചെയ്തിട്ട് ജീവിക്കാൻ ഒക്കത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ സ്വാർത്ഥത, ഞാൻ മനസ്സിൽ വിചാരിച്ചത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ അത് എങ്ങനെയും നേടണമെന്നുള്ള ഒരു വിചാരം മാത്രമായിരുന്നു. വേറെ ആരും ഒന്നുമില്ലായിരുന്നു. ആരുടെ പുറത്ത് ചവിട്ടിയോ കള്ളം പറഞ്ഞോ കട്ടെടുത്തോ, ഇറ്റ് ഡിഡ് നോട്ട് മാറ്റർ. ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കിട്ടിയിരിക്കണമെന്നുള്ള ഒരു വിചാരമാണ്. ഇപ്പോൾ നമ്മുടെ ബുക്കിനകത്ത് പറയുന്നത് സെൽഫ് സെൻറ്റേർഡ്നെസ്, അതായിരുന്നു കോർ ഓഫ് മൈ പ്രോബ്ലം. സെൽഫിഷ്നെസ്, സെൽഫ് സെൻറ്റേർഡ്നെസ്, ദാറ്റ് വി തിങ്ക് ഇസ് ദ റൂട്ട് ഓഫ് അവർ പ്രോബ്ലംസ്. പേജ് 61, 62, 63 വായിക്കുവാണെങ്കിൽ അതിനകത്ത് വളരെ ക്ലിയറായിട്ട് ഇത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ ട്രാൻസിഷൻ, ആ ആൽക്കഹോളിസത്തിൽ കൂടെ പോകുമ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് ഉള്ള അവയർനെസ് ഇല്ല. ഓരോ ദിവസം ഇപ്പം നമ്മൾ 1 day at a time എന്ന് പറയുന്നത്, അന്നും 1 day at a time ആയിരുന്നു. അന്നത്തെ കഴിഞ്ഞ പിറ്റേ ദിവസത്തേക്കുള്ള ഒരു ചിന്തയില്ല. നാളെ രാവിലെ എണ്ണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാമെന്നുള്ള ഒരു വിചാരമായിരുന്നു. സോ ആ 1 day at a time was applicable for me even before I stopped drinking. 1981 ഞാൻ മിഡിൽ ഈസ്റ്റിൽ പോകുന്നത്. സോ ഈ 181 മിഡിൽ ഈസ്റ്റിൽ പോകുന്നത് അപ്പോഴത്തേക്ക് ഞാനൊരു ഫുള്ളി ബ്ലോൺ ആൽക്കഹോളിക് ആയി കഴിഞ്ഞു. എനിക്ക് 16-17 വയസ്സുള്ളപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ പോയി 2 വർഷം താമസിച്ചു. അതിലേ ഉള്ളൊരു ക്ലിയർ വിവിഡ് പിക്ചറുള്ള ഒരു ജീവിതം എനിക്ക് ഒന്ന് മനസ്സിലാക്കാനൊക്കെ. ആ 2 years എൻ്റെ ജീവിതം വാസ് ബ്യൂട്ടിഫുൾ. എനിക്ക് പല കലാവാസനകളുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഡ്രോയിങ്, പെയിൻറ്റിങ്, ഹൈക്കിങ്, ഔട്ട്ഡോർ ഇവൻറ്റ്സിന്, മീൻപിടുത്തം, ഇതൊക്കെ എനിക്ക് ആ ഒരു കാലഘട്ടത്തിൽ, ആ 2 വർഷം ഐ കുഡ് റിയലി ഇൻഡൾജ് മൈസെൽഫ് ഇൻ ടു ഇറ്റ് വിത്തൗട്ട് തിങ്കിങ് ഓഫ് ആൽക്കഹോൾ. പക്ഷേ ഇൻ ദ ബാക്ക് ഓഫ് മൈ മൈൻഡ്, പ്രീ കണ്ടീഷൻഡ് ആയിട്ടുള്ളൊരു മൈൻഡിനകത്ത് ഞാൻ ആ കുടി നിർത്തിയത് പേടി കാരണമായിരുന്നു. എൻ്റെ അമ്മ മുഖാന്തരം എന്നെ കുറേ ഈ ധ്യാന കേന്ദ്രത്തിലും, എനിക്ക് ഓർമ്മയുണ്ട്, തൃശ്ശൂർ ഒരു ചിന്നമ്മയെന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ വീട്ടിൽ കൊണ്ട് എന്നെ താമസിപ്പിച്ചൊരു 2-3 ആഴ്ച അവരെന്നെ പേടിപ്പിച്ച് കളഞ്ഞു. ആ പേടിയൊക്കെ കൊണ്ടായിരുന്നു 2 വർഷം ഞാൻ കുടിക്കാതിരുന്നത്. എങ്കിലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, എൻ്റെ മദർ എന്നോട് പറഞ്ഞു, നീ ഒരു 2 വർഷം പോയി നിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ നിൽക്കുക, നിനക്ക് അവിടെ ഇഷ്ടപ്പെടുവാണെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ദെയർ, നിനക്കിവിടെ പഠിക്കാൻ വയ്യ, നിനക്കിവിടെ തൂർത്തടിച്ച് നടക്കാനല്ല അറിയത്തുള്ളൂ, അതുകൊണ്ട് നീ നാട്ടിൽ പോകാൻ പറഞ്ഞു. ആ എൻ്റെ മനസ്സിൽ ആ ഇതുണ്ട്, പ്രീ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു തോട്ടായിരുന്നു അത്. എൻ്റെ മദർ പറഞ്ഞ് 2 years. അപ്പം എൻ്റെ മനസ്സിലത് ആ 2 years എന്നുള്ളത് ഉറപ്പിച്ചു. ആ 2 വർഷം എനിക്ക് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടായിരുന്ന ഒരു ജീവിതമായിരുന്നു. ആ 2 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബോംബെ വന്നിട്ട് ആ 2 വർഷം കുടിച്ചു തീർക്കാവുന്നതിൽ കൂടുതൽ ഞാൻ ആ 1 മാസം കൊണ്ടോ ഒരു 2 ആഴ്ച കൊണ്ടോ കുടിച്ചു കഴിഞ്ഞു. ദ പ്രോഗ്രഷൻ, ആൽക്കഹോളിസത്തിൻ്റെ പ്രോഗ്രഷൻ നമ്മുടെ ബുക്കിനകത്ത് ഒരുത്തനെ പറ്റി എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുത്തൻ ബിസിനസ്സുകാരൻ, അവനൊരു ഡ്രിങ്കിങ് പ്രോബ്ലം ഉണ്ടെന്ന് അവന് വിചാരിച്ചു. അപ്പോൾ അവൻ വിചാരിച്ചു ഇനി ഞാൻ അവൻ 10-25 വയസ്സേ ഉള്ളായിരുന്നു. അവൻ പറഞ്ഞു ഞാൻ 55-ാമത്തെ വയസ്സിൽ ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞു. ആ 10-25 വർഷം ആ മനുഷ്യൻ ഒരു തുള്ളി ആൽക്കഹോൾ കുടിച്ചില്ല. പക്ഷേ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് 55-ാമത്തെ വയസ്സിൽ അയാൾ കുപ്പി പിന്നെ എടുത്തു.
1 വർഷം കഴിഞ്ഞപ്പം അയാൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി, അയാൾക്ക് കൺട്രോൾ ഇല്ലാതെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. പിന്നെ ഹോസ്പിറ്റൽ വിസിറ്റ് ഫ്രീക്വൻ്റ് ആയി. അവസാനം 5 വർഷത്തിനാം ആള് തട്ടിപ്പോയി. സോ ഇതിനകത്ത് വൺസ് എൻ ആൽക്കഹോളിക് ഓൾവേസ് എൻ ആൽക്കഹോളിക്. ഒരു പീരിയഡ് ഓഫ് ആബ്സ്റ്റിനൻസ് ഇതിൽ നിന്ന് നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് മുക്തി കിട്ടുന്നില്ല. അതൊന്ന് അറസ്റ്റ് ചെയ്യാനേ ഒക്കത്തുള്ളൂ. ആൽക്കഹോളിസം എന്ന് പറയുന്നത് ക്യാൻ ഓൺലി ബി അറസ്റ്റഡ്. ഇറ്റ് ക്യാൻ ബി അറസ്റ്റഡ് ഓൺ എ ഡെയിലി ബേസിസ്. നമ്മളുടെ ഡയബറ്റീസ് അറസ്റ്റ് ചെയ്യുന്നല്ലോ, ഷുഗർ അധികം കഴിക്കില്ല, ചിലർക്ക് തീരെ കഴിക്കാനൊക്കത്തില്ല. സോ ഓൾ ഡിഫറൻസ് ചെയ്യുന്ന ആൽക്കഹോളിസത്തിലും അത് ടോട്ടൽ ആബ്സ്റ്റിനൻസ് അത് മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ സ്റ്റോപ്പിംഗ് ഡ്രിങ്കിങ് വാസ് നെവർ മൈ പ്രോബ്ലം. അത് ഞാൻ ഈ 2 വർഷം നിർത്തിയല്ലോ. സ്റ്റേയിങ് സ്റ്റോപ്ഡ് വാസ് മൈ പ്രോബ്ലം. അത് നിർത്തി ഇരിക്കുന്നതായിരുന്നു എൻ്റെ പ്രോബ്ലം. അതെന്നെ കൊണ്ട് വയ്യായിരുന്നു. അത് നിർത്തി 1 വർഷം 6 മാസം 8 മാസമൊക്കെ കുടിക്കാതൊക്കെ ഇരിക്കും. അപ്പോഴത്തേക്ക് ഒരു 2 ആഴ്ചയൊക്കെ അപ്പോൾ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് പറയുമ്പോൾ ഭയങ്കര നിയന്ത്രണമാണ്, യു ക്യാൻ ഡു ഇറ്റ്. ഒരു മൈൻഡ് ഫോർട്ടിഫിക്കേഷൻ പിന്നെ വരുവാണ്. മൈൻഡ് സി ദ ബോഡി റിക്കവേഴ്സ്. ബോഡി ആണെങ്കിൽ കുടിച്ച് ഒരു 72 hours കഴിയുമ്പോൾ നമ്മുടെ ആ ആൽക്കഹോളിൻ്റെ വിഡ്രോവലും പിന്നെ ആ ക്ലൗഡ് എന്ന് വെച്ചാൽ ആ മേഘം പോലുള്ള ആ ഒരു ചിന്ത മാറാനായിട്ട് ഒരു 2-3 ആഴ്ച എടുക്കും. അത് കഴിയുമ്പം പിന്നെ നമ്മുടെ മെൻ്റലി വി ആർ ഫിറ്റ് ആൻഡ് ബൈ ഫിസിക്കലി വി ആർ ഫിറ്റ്. ഫിസിക്കലി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൽക്കഹോളിസം ട്രീറ്റഡ് അല്ലെങ്കിൽ എൻ്റെ മനസ്സ് പിന്നെയും പറയും, എടാ കഴിഞ്ഞ പ്രാവശ്യം കുടിച്ച രീതി ശരിയല്ലായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കുടിച്ച ആ ഒരു സംഭവം, ആ ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്ത് അത് ശരിയല്ലായിരുന്നു, ഈ പ്രാവശ്യം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഡയറക്റ്റായിട്ട് കുടിക്കാം. നമ്മുടെ ബുക്കിനകത്ത് മോർ അബൌട്ട് ആൽക്കഹോളിസത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. പല ടൈപ്പിലെ ഡ്രിങ്കേഴ്സ് ഉണ്ട്. ആ പല ടൈപ്പിലെ ചിന്തകൾ എൻ്റെ മനസ്സിൽ, ഇത് ബിയർ മാത്രം കുടിക്കാം, റമ്മ് മാത്രം കുടിക്കാം, എന്തുവാ വിസ്കി വെള്ളം മാത്രം ഇട്ട് അല്ലെങ്കിൽ ഐസ് മാത്രം ഇട്ട് കുടിക്കാം, 1 പൈൻറ്റ് മാത്രമേ മേടിക്കാവൂ, ഞാൻ ഇന്നടുത്ത് പോയാൽ അവിടെ ഞാൻ കുടിക്കത്തില്ല. ഇങ്ങനെ പല നിയന്ത്രണങ്ങളും പല വാഗ്ദാനങ്ങളും തന്നെ പറയും. കോംപ്രമൈസ് ചെയ്യാൻ റെഡിയാണ് ഞാൻ. പക്ഷേ ഐ കുഡ് നെവർ കീപ്പ് അപ്പ് ടു എനി ഓഫ് ദോസ് പ്രോമിസസ്. സോ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുമ്പോൾ ടോട്ടലി ഡിസൊല്യൂഷനായിപ്പോകത്തില്ലേ. എൻ്റെ ജീവിതം അതുപോലായിരുന്നു. എൻ്റെ കഴിവെല്ലാം ആൽക്കഹോൾ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞ 2 വർഷം ഞാൻ ആ വലിയൊരു രാജാവിൻ്റെ കൂട്ടം അവിടെ ജീവിച്ചത്, ഞാനും എൻ്റെ ഗ്രാൻഡ് മദറും മാത്രം. അതെനിക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള കഴിവും പ്രാപ്തിയില്ലായിരുന്നു. ബിക്കോസ് എനിക്ക് ആ കോപ്പിംഗ് സ്കിൽസ് ഇല്ലായിരുന്നു. എൻ്റെ മെക്കാനിസം സാധാരണപ്പെട്ടവർ ജീവിതമായിട്ട് കോപ്പ് ചെയ്യുന്നത് അത് എന്നെക്കൊണ്ട് പറ്റുകയില്ലായിരുന്നു. അതാണ് ഈ ആൽക്കഹോളിക്സ് അനോണിമസ് വരുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത്, ജീവിതം നിയന്ത്രിക്കാൻ. ജീവിതം നിയന്ത്രിക്കാൻ പഠിക്കാതെ നമ്മൾ അടിമത്തത്തിൽ നിന്ന്, ആൽക്കഹോളിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടി, സ്വാതന്ത്ര്യം കിട്ടി. ആ സ്വാതന്ത്ര്യം നമുക്ക് ഉപയോഗിക്കാൻ അറിയില്ല. ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ അറിയാത്ത കാരണമാണ് നമ്മൾ പിന്നെയും കുടിച്ചുകൊണ്ടിരുന്നത്. അത് പക്ഷേ ആ ഒരു സമയത്ത് ആരെങ്കിലും പറഞ്ഞാൽ എൻ്റെ തലയിൽ കയറത്തുമില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞു, ഞാൻ അനുഭവിക്കേണ്ട എല്ലാം അനുഭവിച്ച് കഴിഞ്ഞിട്ടേ എനിക്ക് ആ കുടി നിർത്താനൊക്കത്തുള്ളൂ. ഞാൻ ആ ഒരു ആൽക്കഹോളിൻ്റെ ബീറ്റിംഗ് കിട്ടി ടോട്ടലി ഔട്ടായി കഴിഞ്ഞിട്ടാണ് എൻ്റെ ജീവിതം ഞാൻ ഒന്ന് നൂർത്ത് നോക്കുക. എന്ന് വെച്ചാൽ ആ ഒരു സമയം ആയപ്പോഴത്തേക്ക് 86, 87 ആയപ്പോഴത്തേക്ക് എൻ്റെ ജീവിതം കഴിഞ്ഞു, ഫിനിഷ്ഡ്. ഞാൻ എൻ്റെ ഡെത്ത് ബെഡിൽ കിടക്കുമായിരുന്നു. ഇവിടെ എൻ്റെ ടെസ്റ്റിക്കൽസിന് ഗാംഗ്രീൻ വന്ന്, കുടിക്കാനാണെങ്കിൽ ഒന്നും പറ്റുന്നില്ല, വേദന. എൻ്റെ ഫാദർ എൻ്റെ ഡ്രോയിങ് റൂമിലിരുന്ന് ഞാൻ കിടന്ന് നിലവിളിക്കുമ്പോൾ എന്നോടൊന്ന് എൻ്റെ അമ്മ പറയുന്നത് കേട്ടോ, അവനെ വല്ല ഹോസ്പിറ്റലെങ്ങാനും കൊണ്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞത്, അവൻ മരിക്കുവാണെങ്കിൽ ഇവിടെ തന്നെ കിടന്ന് അവനെ ഹോസ്പിറ്റലെങ്ങും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദറും പറഞ്ഞ്, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഡൈഡ് എൻ ആൽക്കഹോളിക്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ പറഞ്ഞ്, അവൻ എൻ്റെ കൂടെ, ഞാൻ സൈഡ് ഞാൻ നോക്കിക്കോളാം അവനെന്ന്. പക്ഷേ ആ വേദനയുണ്ടല്ലോ, ആ ഫിസിക്കലായിട്ടുള്ള പെയിൻ, നമ്മുടെ ടെസ്റ്റിക്കൽസിനൊക്കെ ഗാംഗ്രീൻ വന്നോ അല്ലെങ്കിൽ ഉടഞ്ഞു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും പെയിൻഫുൾ ആയിരിക്കും. അതൊന്നൊന്ന് ആലോചിച്ച് നോക്കാം.
ആ പെയിനാണ്. അപ്പം എൻ്റെ നെയ്ബർ ഒരു ഷെനോയ്, ഇന്നും അവർ തന്നെയാണ്, അയാൾ മരിച്ചുപോയി. അയാൾക്ക് എന്നെ വലിയ കാര്യമായിരുന്നു. അയാളുടെ ഒരു ഡോക്ടർ, ഒരു സർജൻ്റെ അടുക്കിൽ എന്നെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുപോയി ഓപ്പറേറ്റ് ചെയ്ത് എന്നെ സൗഖ്യമാക്കി. ആ ഇടയ്ക്കാണ് എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മെസ്സേജ് കിട്ടുന്നത്. 10th October 1987 ആദ്യത്തെ ദിവസം ഭാട്ടിയ ഹോസ്പിറ്റലിൽ ഭാട്ടിയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലുണ്ട് ബോംബെയിൽ. അവിടെ ഒരു ഡോക്ടർ ജൂലി നട്വാണി എന്ന് പറഞ്ഞൊരു സൈക്യാട്രിസ്റ്റ് ഉണ്ട്. ഷീ വർക്ക്സ് ഫോർ എയർ ഇന്ത്യ. ഷീ യൂസ് ടു വർക്ക് ഫോർ എയർ ഇന്ത്യ. എയർ ഇന്ത്യയുടെ ചീഫ് സൈക്യാട്രിസ്റ്റും കൗൺസിലറും ആയിരുന്നു. അവർക്ക് എന്നെ താല്പര്യമായിരുന്നു. എനിക്ക് അന്ന് തൊട്ടേ ഈ വാച പഠിക്കാൻ വലിയ മിടുക്കനാന്നുള്ള ഇപ്പം മനസ്സിലായി. അവരുടെ ഈ എയർ ഇന്ത്യയുടെ വെൽഫെയർ സെൻറ്ററിലൊക്കെ അവർ ആഴ്ച 2 പ്രാവശ്യം വരുമ്പോൾ എന്നെയും വിളിച്ചു കൊണ്ടുപോകും, അവിടെ കൊണ്ടിരുത്തി അവരുടെ കൂടെ. അപ്പം എൻ്റെ ഇനിഷ്യേഷൻ ഇൻ ടു ആൽക്കഹോളിക്സ് അനോണിമസ് വാസ് വെരി ഗുഡ്. വളരെ ഓപ്പണായിട്ടായിരുന്നു. എന്നാൽ ഒരു 6 മാസം ഞാൻ ഈ ആൽക്കഹോളുമായിട്ട് പിന്നെ ഞാൻ കളിച്ചു. പിന്നെ ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ട് പോകണമെങ്കിൽ ഐ ഹാഡ് ടു ഡെവലപ്പ് കോപ്പിംഗ് സ്കിൽസ്. കോപ്പിംഗ് സ്കിൽസ് എന്ന് വെച്ചാൽ ജീവിക്കാൻ ഉള്ള ത്രാണി, ഉള്ള യുക്തി പഠിക്കണമായിരുന്നു. ആ യുക്തി പഠിക്കാനാണ് ഈ 12 പടികളിൽ നിന്നും 12 ട്രഡീഷനിൽ നിന്നും നമുക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ കൊണ്ടുവരുന്നത്. ആദ്യത്തെ ആ ഒരു ഒരു ഉന്മേഷം, ഒരു പ്രൊഫൗണ്ട് പേഴ്സണാലിറ്റി ചേഞ്ച് എന്നിൽ വരുന്നത് ആദ്യത്തെ 6 മാസം കഴിഞ്ഞിട്ടാണ്. ഞാൻ ഒരു മീറ്റിങ്ങിന് പോകുമ്പം ഞാൻ ആ ഒരു സബ്വേ ക്രോസിംഗ് ഉണ്ടായിരുന്നു. ആ ക്രോസിങ്ങിൻ്റെ അവിടെ ബൈക്കിൽ നിന്ന് ഇരിക്കുമ്പോൾ എൻ്റെ തലയിൽ കൂടെ പോയി, ഇന്നത്തെ ദിവസം ഞാൻ മദ്യത്തിനെ പറ്റി ഓർത്തേ ഇല്ലല്ലോ എന്ന്. അതൊരു ഒരു അത്ഭുതമായിരുന്നു. മറ്റേത് 24/7 മദ്യം മദ്യം മദ്യം, ദാറ്റ് ഈസ് ഒബ്സെഷൻ. മനസ്സ് എപ്പോഴും ഒബ്സസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യം എനിക്ക് മനസ്സിലായത് വെച്ചാൽ, നമ്മൾ ഈ ഫിസിക്കലി ഈ ഡ്രിങ്ക് എടുക്കുന്നതിന് മുമ്പേ നമ്മൾ മെൻ്റലി ഡ്രങ്ക് ആവുകയാണ്. നമ്മുടെ ഈ ഒബ്സെഷൻ എന്ന് പറയുമ്പോൾ വേണോ വേണ്ടായോ എന്ന് മനസ്സിൽ ഈ ഇത് നടന്നുകൊണ്ടിരിക്കുക. അവസാനം നമ്മൾ അതങ്ങ് വിട്ടുകൊടുക്കുമ്പോൾ ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ 1.5 ഡ്രിങ്ക്, ഇന്ന് ഞാൻ കുടിക്കും, നാളെ ഞാൻ കുടിക്കത്തില്ല. എവ്രി ഡേ ഇറ്റ് വാസ് ദ സെയിം സ്റ്റോറി. മനസ്സമാധാനം എനിക്കില്ല, വീട്ടിലുള്ളവർക്കില്ല. സോ ഈ ഇന്നത്തെ ടോപ്പിക് അനുസരിച്ച് ദർ ഇസ് എ ഹോൾ ലൈഫ് ടൈം ഓഫ് കൺസ്ട്രക്ഷൻ അഹെഡ് ഓഫ് മീ. ജീവിതം വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യണം. ഇത് താറുമാറായി പോയ ജീവിതം എനിക്ക് ജീവിക്കണമെങ്കിൽ അത് റീകൺസ്ട്രക്ട് ചെയ്ത് ഉപയോഗപ്രദമായി എനിക്കൂടെ അതിൻ്റെ നന്മ അനുഭവിക്കത്തക്ക ഒരു രീതിയിൽ കൊണ്ടുവരണം. അത് ഇറ്റ് ഈസ് നോട്ട് ഈസി. അത് എളുപ്പമുള്ള കാര്യമല്ല. ബിക്കോസ് ഇതിലെല്ലാം ഇൻവോൾവ് ചെയ്യുന്നത് ചേഞ്ചാണ്. ഞാൻ ചേഞ്ച് എപ്പോഴും റെസിസ്റ്റ് ചെയ്യും. നമ്മുടെ ബുക്കിൽ പറയുന്ന പെയിൻ ഇസ് ദ ടച്ച് സ്റ്റോൺ ടു ഇമോഷണൽ സോബ്രൈറ്റി. സോ ഫിസിക്കൽ സോബ്രൈറ്റി ഇസ് പോസിബിൾ, റൈറ്റ്? ഫിസിക്കൽ സോബ്രൈറ്റി കൊണ്ട് എനിക്ക് ഒന്നും നേടാൻ പറ്റിയില്ല, പിന്നെ ഞാൻ കുടിക്കാൻ പോയി. കാരണം ഇമോഷണലായിട്ട് ഞാൻ ഇമ്മച്ചുവേർഡായിരുന്നു. സോ ദ നെക്സ്റ്റ് ഫ്രണ്ടിയർ ഈ ബുക്കിനകത്ത് പറയുന്നത് ഇസ് ഇമോഷണൽ സോബ്രൈറ്റി. എൻ്റെ ആ ബാലിക കാലത്തെ വിചാരങ്ങളും ചിന്തകളും എല്ലാം ഞാൻ വരുമ്പോൾ എനിക്ക് 31 വയസ്സുണ്ട്. ആ 31 വയസ്സുകാരൻ്റെ ശരീരവും മനസ്സ് 12 വയസ്സുകാരൻ്റെ ആയിരുന്നു. അതൊരു മാച്ച് അല്ലായിരുന്നു. ബിക്കോസ് എൻ്റെ വികാരങ്ങൾ അത്രേ ഉള്ളായിരുന്നു. അത് ലോകം കാണുമ്പോൾ എന്തോ ഒരു വളർന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് കൊച്ചു പിള്ളേരുടെ വികാരം ഇത് മാച്ച് ചെയ്തില്ല. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എനിക്ക് തിരിച്ചു തന്നത്. എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്നു. നീ പോയി ജീവിക്കുക, നീ ഈ 12 പടികൾ ചെയ്തിട്ട് നീ പോയി ജീവിക്കുക. സോ എൻ്റെ ജീവിത രീതികൾ, ജീവിക്കുന്ന രീതികൾ, സംസ്കാരം, ഇതെല്ലാം പഠിക്കണമായിരുന്നു എനിക്ക്. അതിന് ഒരുപാട് മല്ലിട്ടു. ബിക്കോസ് എല്ലാ സ്റ്റെപ്പിലും ട്രച്ച് ദ റോഡ് ടു ഹാപ്പി ഡെസ്റ്റിനി, വിഷൻ ഫോർ യുക്കകത്ത് ട്രഡ്ജിങ് ദ റോഡ് എന്ന് വെച്ചാൽ ഒരു കാലെടുത്ത് മറ്റൊരു കാലെടുത്ത് മുന്നേ വെച്ച്, ഒരു കാലെടുത്ത് മുന്നേ വെച്ച് പതുക്കെ. പ്രോഗ്രസ് വാസ് വെരി സ്ലോ.
ഇപ്പൊ ഈ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് പറയാം ഞാൻ പ്രോഗ്രസ് ആയിരുന്നു. പക്ഷെ അന്ന് ആ പ്രോഗ്രസിന്റെ സമയത്ത് വളരെ വളരെ പ്രയാസപ്പെട്ട ഓരോ പടികളും മുന്നോട്ട് വെച്ചത്. എയുടെ പ്രോഗ്രാം എന്നെ മുന്നേ വെച്ച് തന്നപ്പോൾ ഞാൻ എൻ്റെ സ്പോൺസറിനെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു. അയാളെ കളിപ്പിക്കാൻ നോക്കുമായിരുന്നു. അയാള് എന്നെ നോക്കി ഇരുന്ന് ചിരിക്കുമായിരുന്നു. അയാൾക്ക് മനസ്സിലായി. ബിക്കോസ് എൻ്റെ ജീവിതം തന്നെ ഒരു കളിപ്പീരായിരുന്നു, ഡിനായലായിരുന്നു, എല്ലാം ഡിനായലായിരുന്നു. എന്നെ തന്നെ, എൻ്റെ കള്ളങ്ങൾ ഞാൻ തന്നെ വിശ്വസിച്ച് അതുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചിന്തയായിരുന്നു എൻ്റേത്. അത് മാറ്റിയിട്ട് ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കാൻ എനിക്ക് ഇതിൻ്റെ എല്ലാം അടി കിടക്കുന്നത് പിന്നെയും പേടിയാണ്. ആ പേടി മാറ്റണമെങ്കിൽ ഞാൻ എന്തുകൊണ്ട് പേടിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് ഈ ഒരു പരുവത്തിലായെന്നുള്ള മനസ്സിലാക്കണം. അതിനാണ് സ്റ്റെപ്പ് 1, 2, 3, 4 വരുന്ന 1, 2, 3 എനിക്ക് എന്നിൽ കവിഞ്ഞൊരു ശക്തിയായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുകയാണ്. ബിക്കോസ് ഞാനായിട്ട് ഈ ഒരു ചേഞ്ച് എന്നിൽ വരാൻ വളരെ വളരെ ഡിഫിക്കൽട്ടായിരുന്നു. ജ്ഞാനകേന്ദ്രത്തിൽ പോയോ, കുരിശിൻ്റെ അടിയിൽ പോയി നിന്നോ, അമ്പലത്തിൽ പോയി എന്തുവാ അവിടുത്തെ അമ്പലവാസിയുടെ കൂടെ താമസിക്കുകയോ എന്തെല്ലാം ചെയ്താലും ഇല്ല. ബിക്കോസ് ഇതിനെൻ്റെ മനസ്സാന്തരം എന്ന് പറയുന്നത് നമ്മുടെ അങ്ങുള്ളിൽ, എൻ്റെ അങ്ങുള്ളിൽ നിന്ന് വരണമായിരുന്നു. ഇറ്റ് ഷുഡ് കം ഫ്രം മൈ ഇന്നർ മോസ്റ്റ് സെൽഫ്, എൻ്റെ കോർ ഓഫ് മൈ ഹാർട്ട് ഇറ്റ് ഷുഡ് കം. ഇത്രയും അനുഭവിച്ചു കഴിഞ്ഞിട്ടും പിന്നെയും ഞാൻ അതിനോടൊരു ചെറിയ ഡിഫറൻസ് കാണിക്കുന്നതെന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ്. അപ്പോൾ എന്തും വേണ്ടി ഡീപ്പ് റൂട്ടഡ് ആയിരുന്നു എൻ്റെ അഫെക്ഷന്, എൻ്റെ അഡിക്ഷന്. സോ എൻ്റെ പ്രോബ്ലം എൻ്റെ ചിന്തയായിരുന്നു. ആ ചിന്ത മാറ്റാൻ എനിക്ക് മോട്ടിവേഷൻ വേണമായിരുന്നു. ആ മോട്ടിവേഷന് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നപ്പോഴാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ആ അഹംഭാവവും അഹങ്കാരവും ഞാനെന്നുള്ള വിചാരവും ഞാനെന്നുള്ള അഹംഭാവവും ഒക്കെ എന്തുണ്ടായിട്ട് ടുഡേ വെൻ ഐ ലുക്ക് ബാക്ക് എനിക്ക് ഒന്നുമില്ലായിരുന്നു. വിദ്യാഭ്യാസം ഇല്ല, കൈ കാശില്ല, മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പുച്ഛം പോലായിരുന്നു ഓരോരുത്തർ എന്നെ നോക്കിയിരുന്നത്. സോ ആ ഒരു ജീവിതത്തിൽ നിന്ന് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന് എന്നെ കിട്ടുമ്പോൾ ഞാൻ അതും മാറാൻ എനിക്ക് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ഞാൻ മാറിയില്ലെങ്കിൽ ഞാൻ നശിക്കുമെന്നുള്ള ഒരു വാഗ്ദാനവും ഉണ്ട് ബുക്കിനകത്ത്. ഇഫ് ഐ ഡോണ്ട് ചേഞ്ച് ഐ വിൽ ഡൈ. എൻ്റെ ചിന്ത എന്നെ കൊല്ലും. എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, നീ രാത്രി കിടക്കുമ്പോൾ നിനക്ക് കിടന്ന ഉടനെ ഉറക്കം വരുമോ? എവിടെയാ? ആരെന്നെ കടിച്ചു കീറാൻ വരുന്നു? ഞാൻ കാശ് കൊടുക്കാനുള്ളവർ, ഞാൻ അപ്രീതിപ്പെട്ടവർ, പലരും പല രീതിയിൽ ഞാൻ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരെല്ലാം അവരുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് അവരെ പറ്റി ചിന്തിക്കുവാണെന്ന് എൻ്റെ ഉറക്കവും കളഞ്ഞിട്ട്. അപ്പം മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നത്, മറ്റുള്ളവരുടെ വികാരങ്ങൾ കൊണ്ട് നടക്കുന്നതായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഒരു ഭാഗം, എൻ്റെ ആൽക്കഹോളിസത്തിൻ്റെ. സോ ഐ ഹാഡ് ടു ചേഞ്ച് ദാറ്റ്. അത് ചേഞ്ച് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അവിടാണ് ഈ ഒരു അനുഭവം എനിക്കുണ്ടായത്. ഈ ഒരു ദൈവികമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. ഞാൻ ആ കുടി നിർത്തിക്കഴിഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിക്കാൻ തുടങ്ങി. ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ പോകുമ്പോൾ ആ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൾട്ട്. ബിക്കോസ് ഒരു സെറ്റ് പാറ്റേൺ ഹ്യൂമൻ മൈൻഡ്, ഒരു മനുഷ്യ ചിന്ത മാറ്റണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറുപ്പത്തിൽ തൊട്ടേ പരിചയിച്ച് വന്ന ഒരു ചിന്ത, നമ്മളെ ഹാബിറ്റ് നമ്മൾ മാറ്റണമെന്ന് പറഞ്ഞാൽ എത്ര പ്രയാസമുള്ളതെന്ന് നമ്മൾ ഓരോരുത്തരും ശോധന ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ചില ഐഡിയാസൊക്കെ നമ്മുടെ തിങ്കിങ് ഇസ് ടോട്ടലി കണ്ടീഷൻ. ആ ഒരു കണ്ടീഷനിങ് അൺകണ്ടീഷൻ ചെയ്തിട്ട് ഒരു പുതിയ ചിന്ത അതിലോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ ആ ഒരു ചിന്ത എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. അപ്പോൾ എന്നിൽ കവിഞ്ഞ ഒരു ശക്തി എന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു സുബോധം എനിക്ക് ഉണ്ടാകുകയാണ്. അത് നിങ്ങളിൽ കൂടെ മെമ്പേഴ്സ് ആ
ബിക്കോസ് ആ ഒരു പേടിച്ചാണ് നടക്കുന്നത്. ഇന്ന് കുടിക്കും, നാളെ കുടിക്കും, ബാറിൻ്റെ മുന്നിൽ കൂടെ പോകത്തില്ല, കള്ളൊഴിവ് വിതരണം ചെയ്യുന്നിടത്ത് പോകത്തില്ല, പേടിച്ച്. പക്ഷെ ഐ ഹാഡ് ടു റെസ്പെക്ട് ആൽക്കഹോൾ. ആൽക്കഹോൾ എന്ന് പറഞ്ഞ ഒരു ആബ്സ്ട്രാക്റ്റ്, ഇറ്റ് ഈസ് എ ലൈഫ് ചേഞ്ചിങ് കെമിക്കൽ. മെഡിക്കൽ യൂസിന് യൂസ് ചെയ്യുന്നതാണ്. ആ ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്റ്റ്, ആ ഒരു അബ്സ്ട്രാക്റ്റിനോട് എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ടായി, ഒരു ഹെൽത്തി റെസ്പെക്റ്റ്. ഞാനും ആൽക്കഹോളും ചേരത്തില്ല, പക്ഷേ ആൽക്കഹോൾ മറ്റുള്ളവർക്ക് മറ്റു കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം. സോ ഐ ടു അണ്ടർസ്റ്റാൻഡ്. ഞാനും ആൽക്കഹോളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ മരണമാണ് മുമ്പിൽ കാണുന്നത്. സോ ഇങ്ങനെയൊക്കെയുള്ള ഓരോ അണ്ടർസ്റ്റാൻഡിങ്ങുകൾ വന്നപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടിട്ടില്ലെന്നുള്ള ഒരു ഐഡിയ എനിക്കുണ്ടായി. അവിടെ നിന്ന് came to believe that a power great. അപ്പം ഞാൻ സുബോധത്തിലല്ലായിരുന്നു, എന്നെ സുബോധത്തിലോട്ട് കൊണ്ടുവരികയാണ്. അത് മൂന്നാം പടി. ഞാൻ ദൈവം മുമ്പാകെ അത് മുഴുവൻ സമർപ്പിക്കുകയാണ്. ദൈവമേ, നീ എൻ്റെ കുടി മുഴുവൻ, ഞാൻ ആ 25 വർഷക്കാരൻ്റെ കാര്യം പറഞ്ഞ പോലെ, ഐ ആസ്ക് ഗോഡ് ടു ടേക്ക് കെയർ ഓഫ് ദി ഹോൾ തിങ്. അതും കൺട്രോൾ ഷിഫ്റ്റ് ചെയ്യുന്നെന്ന് പറയുന്ന വളരെ പ്രയാസപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഈ കൺട്രോൾ ഈ ദൈവമായെന്ന് പറയുന്ന വ്യക്തിയുടെ മുന്നിൽ വെച്ചു കൊടുക്കുന്നതെന്ന് പറയുന്ന ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ആ കൺട്രോൾ എന്ന് വെച്ചാൽ ഞാൻ ദൈവം മുമ്പാകെ ഇതെല്ലാം സമർപ്പിച്ചാൽ എൻ്റെ കയ്യിൽ പിന്നെ എന്തുണ്ട്? ഒരാഴ്ചക്കാലം മുഴുവൻ എല്ലാവരും എന്നോട് ഇത് അത് ഇങ്ങനെ ഇതാവും, അതിങ്ങനെ വഴക്ക് പറഞ്ഞ് ദേഷ്യപ്പെട്ടു ഒക്കെ ആയിരുന്നു വെച്ച്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ദൈവവും കൂടെ വന്നു കഴിഞ്ഞ് എനിക്ക് ഉണ്ടായിരുന്ന അനുഭവം കൂടെ ദൈവം അങ്ങ് എടുക്കുക. ഞാൻ എന്ത് ചെയ്യും? അതാണ് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞ്, നീ ഇന്ന് വിട്ടുകൊടുത്ത് നോക്ക്, നീ രാവിലെ എണീക്കുമ്പം പ്രാർത്ഥിച്ചിട്ട് വിട്. അത് പിന്നെ ആ ദിവസം നിങ്ങൾ വൈകുന്നേരത്തെ രാത്രിയിൽ നിൻ്റെ അനുഭവങ്ങൾ ഒന്ന് നോക്കുമ്പം യു വിൽ റിയലൈസ് ഒരു 4-5 പ്രാവശ്യം അത് തിരിച്ചെടുത്തിട്ടുണ്ട് നമ്മളറിയാതെ. എന്നിട്ട് സെൽഫ് പ്രൊപ്പൽഷൻ എന്ന് പറയും. പക്ഷെ ഞാൻ ആ ഒരു എക്സസൈസിൽ കൂടെ എനിക്കൊരു അവയർനെസ് ഉണ്ടാവുകയാണ്. ഞാൻ ഈ ചേഞ്ചിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എങ്ങനെയാണെന്ന്, ലൈഫ് ടൈം അഹെഡ്, ഒരു ജീവിതകാലം മുഴുവൻ ജീവിച്ചു പോകണമെങ്കിൽ എന്തെല്ലാം ചെയ്തെങ്കിലേ പറ്റുള്ളൂ എന്നുള്ളത്. ഞാനൊരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനാകണം. അപ്പം ഞാൻ സാധാരണ മനുഷ്യനല്ലായിരുന്നു, അല്ല. ഞാനൊരു പേടിച്ചു തൂറി, ഒരു അഹങ്കാരി, ഒരു പോക്രി, വേണ്ടാത്ത എല്ലാം ഉണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, അണ്ടർലൈങ് ഫാക്ടർ ഇസ് ഫിയർ. ആ ഫിയർ ഫാക്ടറാണ് ഇതിനെല്ലാം ജനറേറ്റ് ചെയ്യുന്നത്. ആ ഫിയർ മാറ്റണമെങ്കിൽ എനിക്ക് മനസ്സിലാകേണ്ടത് വാട്ട് ഈസ് മൈ ഫിയർ ഓൾ അബൌട്ട്. ഇതിനകത്ത് ഹെൽത്തി ഫിയർ ഉണ്ട്, അൺഹെൽത്തി ഫിയർ ഉണ്ട്, അറിയുന്ന ഫിയർ ഉണ്ട്, അറിയാത്ത ഫിയർ ഉണ്ട്. ഇതെല്ലാം സെഗ്രിഗേറ്റ് ചെയ്യണം. എൻ്റെ മനസ്സിൽ ഇതെല്ലാം ഒരു വലിയ ഒരു അവിയൽ പോലെ കിടക്കുവാണ്. ഇപ്പം അവിയൽ എന്നോട് പറഞ്ഞത്, ഈ അവിയൽ കൂട്ട് നമുക്ക് തിരിഞ്ഞെടുക്കണമെന്ന്. വാഴയ്ക്കായി, മുരിങ്ങയ്ക്കായി, ഓരോ കൂട്ടുകൾ, കോവയ്ക്ക, നമ്മളിത് തിരഞ്ഞെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും കമ്പോണൻറ്റ് എന്തുവെന്ന് നോക്കണം. സോ ആ മൂന്നാം പടിയിൽ ഞാൻ എൻ്റെ എൻ്റെ ചിന്തയും എൻ്റെ പ്രവൃത്തിയും എൻ്റെ ജീവിതം മുഴുവൻ ദൈവമുമ്പാകെ സമർപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിൽ നിന്നൊരു വിടുതൽ കിട്ടുന്നത്. ഒരു വലിയൊരു ഭാരം എന്നിൽ നിന്ന് മാറ്റുമല്ലോ. ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം പറയുന്ന, ഒരു കൊച്ചു സ്കൂൾ ബാഗും കൊണ്ട് പോകുന്നതാണ്. അവൻ്റെ വെയിറ്റ് 14 കിലോ ഉള്ളൂ, പക്ഷെ സ്കൂൾ ബാഗിൻ്റെ വെയിറ്റ് 24 കിലോ ഉണ്ട്. അതും കൊണ്ട് ആ കൊച്ചു രാവിലെ പഠിക്കാൻ പോകുമ്പോൾ ആ ഒരു ഭാരം അവൻ കൊണ്ടുപോകുന്നത്. ആ സ്കൂൾ കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ അവൻ്റെ പിതാവിനെ അവിടെ പുറത്ത് കാണുമ്പം അവന് വലിയൊരു സന്തോഷമാണ്. കാരണം അവൻ്റെ പിതാവ് ആ ബാഗ് അവനിൽ നിന്ന് എടുക്കും, അവൻ്റെ ഭാരങ്ങൾ അവനിൽ നിന്ന് എടുക്കും. ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക്, ഞാൻ എൻ്റെ ഈ ദൈവം മുമ്പാകെ എന്നെ തന്നെയും എൻ്റെ ചിന്തയും വികാരങ്ങളും സമർപ്പിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. അതൊരു ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് അല്ലായിരുന്നു, ഇറ്റ് വാസ് എ സ്ലോ പ്രോസസ്. പതുക്കെ എനിക്ക് അതിലുള്ള ഒരു വെളിപാട് എന്ന് വെച്ചാൽ, ഇരുന്നുകൊണ്ട് എനിക്ക് എന്നെ തന്നെ പറയണമായിരുന്നു, എടാ ഞാൻ മുഖാന്തരമല്ല ഇത് ചെയ്തത്, ഞാൻ ഇതിങ്ങനെ അല്ല വരേണ്ടത്. എൻ്റെ ഒരു ചെറിയൊരു കാര്യം, ഇന്നലെ ഞാൻ ബോംബെയിൽ നിന്ന് ബാംഗ്ലൂരിന് വരുമ്പോൾ രാവിലെ തൊട്ട് എൻ്റെ ഡേ വാസ് പെർഫെക്റ്റ്.
എന്നുവെച്ചാൽ രാവിലെ 12:30 ഫ്ലൈറ്റാണ്. അപ്പോൾ 9:30 ആയപ്പം എയർപോർട്ടിൽ വന്നു. സാധാരണ ഈ സെക്യൂരിറ്റി ചെക്കിന് ഒരുപാട് വേണ്ടാത്തതിന് അണ്ടർവെയർ വരെ ഊരാൻ പറയും അവർ. അതൊന്നും ചെയ്യേണ്ടി വന്നില്ല. തപ്പി നോക്കിപ്പോയി പ്ലെയിനെ കയറി. എനിക്ക് കാല് നീട്ടിയിരിക്കാൻ എനിക്ക് സ്ഥലം കിട്ടി. ഞാൻ വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ അതേ തന്നെ ഒരു സാൻഡ്വിച്ച് നേരത്തെ ഓർഡർ ചെയ്തു. യുനോ ഞാൻ ബാംഗ്ലൂരിൽ വന്ന് ഇറങ്ങിയപ്പം അവിടുന്ന് ടാക്സിക്കാരും ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ബസ്സുകാരനും ഉണ്ടായിരുന്നു. BMTCയുടെ എയർ കണ്ടീഷൻ ബസ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, സർ വി വിൽ ഡ്രോപ്പ് യു ഔട്ട്സൈഡ് യുവർ കോളനിന്ന്. ഞാൻ അതേ കയറിയിരുന്നു. ടാക്സിക്ക് കൊടുക്കുന്നതിൻ്റെ 4/1 ആയുള്ളൂ എയർ കണ്ടീഷൻ ബസ്. എന്നെ ആ ടാക്സിക്കാരിലും എളുപ്പം എന്നെ ഞങ്ങളുടെ ആ ഒരു കോംപ്ലക്സിൽ കൊണ്ടുവിട്ടു. അതിനകത്തുണ്ട്. അവിടെ നിന്ന് എനിക്കൊരു കാർട്ട് കിട്ടി. അപ്പോൾ ഇതിനകത്തൊന്നും എൻ്റെ മിടുക്കില്ലെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ഓപ്പൺ മൈൻഡഡ് ആയതുകൊണ്ട് ദൈവം അതെല്ലാം ചെയ്തെന്ന്. എൻ്റെ ശക്തിയല്ല, ഞാനായിട്ട് അത് ചെയ്തതല്ല. ഞാൻ എന്തിനും നിനക്കറിയത്തില്ല, യു നോ ഹൂ ഐ ആം. ഞാൻ എല്ലാം ഡിമാൻഡ് ചെയ്യുന്ന ടൈപ്പാണ്. അതെൻ്റെ കോംപ്ലക്സിൽ നിന്ന് വരുന്നതാണെന്ന് ടുഡേ ഐ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇന്നലത്തെ ആ ദിവസം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്. അല്ലെങ്കിൽ എൻ്റെ ഈഗോ 4 പേര് എന്ത് പറയും, ഞാൻ ടാക്സിയെ വരുന്ന ഇറങ്ങുന്ന കണ്ടില്ലെങ്കിൽ അവരെന്ത് പറയും. അല്ലെങ്കിൽ ഞാൻ 2 കിലോമീറ്റർ അപ്പുറത്ത് വണ്ടി നിർത്തി ടാക്സി പിടിച്ച് വന്ന്. സോ ആരെയും കാണിക്കേണ്ടിയോ ബോധിപ്പിക്കേണ്ടിയോ എനിക്ക് ആവശ്യമില്ല. എൻ്റെ കയ്യിൽ 500 രൂപ കൂടുതലുണ്ടെങ്കിൽ അതിന് വേറെ ഒരു നല്ല കാര്യത്തിന് എനിക്കത് ചിലവാക്കാം എന്നുള്ളൊരു സോ ഈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് മൈ തിങ്കിങ്, തോട്ട് പ്രോസസ്സാണ് അത്. ഞാൻ ആരാന്ന് അറിയില്ലെങ്കിൽ അത് ഞാൻ എന്താണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ അറിയാൻ വേണ്ടിയാണ് സ്റ്റെപ്പ് 3 എടുത്തു കഴിയുന്ന ഉടനെ അവർ പറയുന്ന സ്റ്റെപ്പ് 4 ചെയ്യാൻ. ആ 4ാം പടിയിലോട്ട് ഞാൻ കയറുമ്പോൾ ഞാൻ എന്നെ തന്നെ കാണുകയാണ്. ഐ എം എൻകൗണ്ടറിങ് മൈസെൽഫ്. ഒരു കണ്ണാടി മുന്നേ വെച്ചിട്ട് ഞാൻ എന്നെ തന്നെ നോക്കുകയാണ്. എൻ്റെ ജീവിതകാലത്ത് ഞാൻ എന്നെ തന്നെ ശരിക്കും നോക്കിയിട്ടില്ല. എനിക്ക് എന്നെ വെറുപ്പായിരുന്നു, പുച്ഛമായിരുന്നു. എൻ്റെ സ്പോൺസർ എപ്പോഴും പറയും, ലുക്ക് ഇൻ ടു ദ മിറർ ആൻഡ് സേ ഫിലിപ്പ് ഐ ലവ് യു. പറയാൻ എന്തൊരു പ്രയാസമായിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ സ്പോൺസേഴ്സിനോട് പറയാതെ, നീ നിന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നോക്കുക. നിന്നിൽ കൂടെ പലർക്കും പല കാര്യങ്ങളും നേടാൻ നോക്കും. ആ നേട്ടത്തിൽ നിനക്കും അനുഗ്രഹം കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള വിചാരങ്ങൾ എവിടുന്ന് വന്നെന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷെ ആ 4ാം പടി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5ാം പടി വേറെ ഒരു വ്യക്തിയുടെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്തപ്പം ഒരുപാട് ഏതാണ്ടൊക്കെ അകത്തുനിന്ന് കിളച്ച് മാറ്റിയ പോലൊക്കെ ഒരു തോന്നൽ വന്നു. ഫ്രഷായിട്ട് നടാനുള്ള ഒരു കാലം വരുന്നെന്ന് പറയുന്ന ഒരു കാലം. ആ ഒരു കാലത്തിലേക്ക് ഞാൻ കാല് വെച്ച് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ പ്രോമിസസ് പറയുന്നത്. ഫിയർ ഓഫ് പീപ്പിൾ, എക്കണോമിക് ഇൻസെക്യൂരിറ്റി, we will intuitively know how to handle situations that used to baffle us. ഞാൻ സ്വന്തം ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങി. മറ്റുള്ളവർ എനിക്ക് വേണ്ടി ഡിസിഷൻസ് എടുക്കുന്നത് നിന്നു. തെറ്റാന്നേലും ശരിയാന്നേലും ഞാൻ എടുക്കാനുള്ള ഡിസിഷൻ എടുത്തിട്ട് അതിൽ ഞാൻ ഐ ട്രൈ ടു ഇംപ്രൂവൈസ് ഓൺ ദാറ്റ്. ഞാൻ ഈ ജീവിതം റീകൺസ്ട്രക്ഷൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. ഒന്നും അറിയാൻ വയ്യാതെ ഒന്നുമില്ലാത്ത ഒരു പയ്യനായിരുന്നു ഞാൻ. പറഞ്ഞില്ലേ, കള്ളത്തരവും ഓരോ കാര്യങ്ങളിൽ കൂടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ നേടിയത്. അതെല്ലാം ഇപ്പം മാറി ഞാൻ സ്വയം പ്രയത്നിച്ച് മറ്റുള്ളവർക്ക് ഉപയോഗമായിട്ട് സൊസൈറ്റിയിൽ ഞാനൊരു മെമ്പറായിട്ട് ജീവിച്ച് തുടങ്ങി. ഞാൻ മറ്റേ സൊസൈറ്റിയിൽ ഒരു മെമ്പർ അല്ലായിരുന്നു. ഞാൻ എവിടെ പോയാലും ഒറ്റപ്പെട്ടു പോകുമായിരുന്നു. വലിയ ഗാനമേള ഉള്ളിടത്ത് ഇരിക്കുവാണെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും. അവിടെ വലിയ 10, 20,000, 30,000 പേര് കാണും. പക്ഷേ ഐ ക്യാൻ ബി ഐസൊലേറ്റഡ് ടോട്ടലി. എൻ്റെ ദീനം അങ്ങനത്തെ ഒരു ദീനമാണ്. എന്നെ ഒറ്റപ്പെടുത്തും. ആ ഒറ്റപ്പെടുത്തുമ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് ഓരോ വെടിത്തരം പോയി കാണിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്നത്.
പക്ഷേ ഈ മൂന്നാം പടി ചെയ്ത് കഴിഞ്ഞ് ഈ 4ഉം 5ഉം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മനുഷ്യരൂപം ഒന്ന് മനസ്സിലായി തുടങ്ങി. എൻ്റെ രോഗം എന്തുവാണ്, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, ഇത്രയും പേരുടെ വെറുക്കും പ്രീതിയും പ്രാപിച്ചത് എന്ത് കാരണം കൊണ്ടാണ്. അവരിലല്ല കുഴപ്പം എന്നിലായിരുന്നു, എൻ്റെ ചിന്തയിലായിരുന്നു. എൻ്റെ ചിന്ത ഞാൻ ശരിക്കും ഇച്ചിരി മാറ്റാൻ തുടങ്ങിയപ്പം ചെറിയ ഈ കർട്ടൻ മാറ്റി ഇച്ചിരി വെയിൽ, സൺലൈറ്റ് ഓഫ് ദ സ്പിരിറ്റ് അകത്തോട്ട് വരാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങളിന് ഞാൻ വിചാരിച്ചതും വാസ്തവമായിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. ആ വ്യത്യാസങ്ങളെ എനിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞു. 6ലും 7ലും ഞാൻ എല്ലാം ദൈവം മുമ്പാകെ സമർപ്പിക്കുകയാണ്. അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. 6ലും 7ലും ഒരു പ്ലെയിനെ, ഇപ്പം ഇന്ന് ഞാൻ വന്ന പ്ലെയിനല്ല, ഞാൻ ഏതാ പൈലറ്റ് എന്ന് പോലും എനിക്കറിയത്തില്ല. അല്ല എത്ര മണിക്കൂർ ആ പ്ലെയിന് ഫ്ലൈ ചെയ്തെന്നോ, ആ പ്ലെയിനിന് എത്ര വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടെന്നോ. അത് A360 ആയിരുന്നു ആ പ്ലെയിനിൻ്റെ മോഡൽ. ഞാൻ നോക്കി. എനിക്ക് ബിക്കോസ് ചെറുപ്പത്തിൽ എനിക്ക് ഈ എയർക്രാഫ്റ്റുമായിട്ട് ഇച്ചിരി താല്പര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ എയർപോർട്ടിൻ്റെ പാരലായിട്ട് താമസിക്കുന്നത് സാന്റാക്രൂസിൽ. സോ അത് നോക്കി. ബാക്കിയൊന്നും എനിക്കറിയത്തില്ല. ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ കയറിയിരുന്ന് ഞാൻ ബാംഗ്ലൂരിൽ വന്നിറങ്ങി. അപ്പോൾ എല്ലാം വിശ്വാസമല്ലേ. അപ്പം ആ വിശ്വാസം എവിടുന്ന് വന്നു? ആ പൈലറ്റിനെ നമ്മൾ വിശ്വസിച്ച പോലെ ആ പ്ലെയിനിനെ നമ്മൾ നമ്മൾ ഈ കാണാത്ത ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കൈ അങ്ങ് വിട്ടുകൊടുക്കുവാണ്. ഇത്രയും നാൾ കുടിക്കാതെ ഇരുന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് ഒരു ദൂരം മാറി എൻ്റെ ജീവിതത്തെ നോക്കി അതിനെ ഒന്ന് കെട്ടിപ്പണിയാൻ നോക്കുമ്പോൾ മറ്റുള്ളവരുടെ പീപ്പിൾ സ്റ്റാർട്ടഡ് ഹെൽപ്പിംഗ് മീ. ഓരോരുത്തർ എന്നെ സഹായിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ 6ഉം 7ഉം എന്ന് പറയുന്നത് നമ്മൾ ദൈവം മുമ്പാകെ സമർപ്പിക്കുകയാണ്. നമ്മുടെ ക്യാരക്ടർ ഡിഫക്ട്സ്, നമ്മുടെ സ്വഭാവദോഷം. സ്വഭാവദോഷം എന്താണ്? സ്വഭാവദോഷം എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ഇൻസ്റ്റിങ്സ്, സ്വഭാവ വാസനകൾ എന്നാന്ന് തോന്നുന്നു എനിക്ക് അതിന് പറയുന്നത്. ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് സർവൈവൽ. ഒന്ന്, നമ്മൾ ജീവനോടുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, ഇല്ലെങ്കിൽ ഒന്നുമില്ല. സ്വം ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് സർവൈവൽ. ജീവിച്ചിരിക്കാൻ വെള്ളത്തിൽ മുങ്ങുവാണെങ്കിൽ കാലും കൈയിട്ട് അടിക്കത്തില്ലേ? അതെന്തുവാ? അത് സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് പ്രിവെയിൽ ചെയ്തുകൊണ്ടാണ്. നമ്മളെ സൃഷ്ടിച്ചത് നമ്മൾ ജീവിക്കാൻ വേണ്ടി. അത് നമ്മൾ ആ സമയത്തെ മരണം നമുക്ക് വരാൻ നിൽക്കും. അപ്പം ആ ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് അടുത്തത് ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് സെക്സ്. നമ്മളെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ഈ മനുഷ്യ ഹ്യൂമൻ ആയിട്ടുള്ള എൻഡവർ മുന്നോട്ട് നീണ്ടു പോകാൻ വേണ്ടിയാണ് നമ്മളെ സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റ് തന്നിട്ടുള്ളത്, മെയിൽ ആൻഡ് ഫീമെയിലായിട്ട്. പിന്നെ സോഷ്യൽ ഇൻസ്റ്റിങ്ക്റ്റ്, മറ്റുള്ളവരുമായിട്ട് സംസ്കരിച്ചു പോകാനുള്ളത്. സെക്യൂരിറ്റി, ഫാമിലി, കാശ്, ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്സ് നമ്മൾ ജന്മനാൽ നമുക്കുള്ളതാണ്. നമ്മൾ പക്ഷേ അതിനെ മിസ്യൂസ് ചെയ്ത് ദുരുപയോഗപ്പെടുത്തി. അപ്പം നമ്മുടെ ഈ ബേസിക് ഇൻസ്റ്റിങ്സ് നമ്മൾ ദുരുപയോഗപ്പെടുത്തുമ്പോൾ അത് നമുക്കൊരു ക്യാരക്ടർ ഡിഫക്റ്റായി മാറും. അപ്പോൾ ഈ കുടി നിർത്തിക്കഴിയുമ്പോൾ ഈ കള്ളം പറച്ചിലും ഇങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടർ ഡിഫക്ട്സ് ഒക്കെ നമ്മളിൽ നിന്ന് മാറും. പക്ഷേ അത് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. അത് അറിയണമെങ്കിൽ അത് ദൈവസഹായം ഇല്ലാതെ പറ്റത്തില്ല. കാരണം വി ആർ ഇൻ ടോട്ടൽ ഡിനയൽ. അത് ഞാൻ ചെയ്തിട്ടില്ല, അതെനിക്ക് ബാധിക്കുന്നതല്ല. സോ ആ ഒരു ഡിനയലിൽ നിന്ന് നമ്മൾ മാറാതെ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പുരോഗതി ഉണ്ടാകത്തില്ല. ബിക്കോസ് ബാക്കിയുള്ള ക്യാരക്ടർ ഡിഫക്ട്സ് അതിനൊരു തടസ്സമായിട്ടിരിക്കുകയാണ്. ആ തടസ്സം മാറ്റണമെങ്കിൽ 6ഉം 7ഉം ആ ദൈവത്തിനോട് പറഞ്ഞിട്ട് റിമൂവ് മൈ ക്യാരക്ടർ ഡിഫക്ട്സ്, ഹംബ്ലി ആസ്ക് ഹിം ടു റിമൂവ് മൈ ഷോർട്ട് കമ്മിങ്സ്. എൻ്റെ കുറ്റക്കുറവുകളും ദൈവമേ എടുത്ത് മാറ്റണം. ബിക്കോസ് ഈ കുറ്റക്കുറവുകളാണല്ലോ എൻ്റെ ക്യാരക്ടർ ഡിഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നമ്മൾ അതിനും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലായിരുന്നു. ഈ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയുമൊക്കെ മാനേജ് ചെയ്യും.
പക്ഷേ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് മാനേജ് ചെയ്യാൻ വളരെ വളരെ ഡിഫിക്കൽട്ട്. പിന്നെ 8ലും 9ലും വരുമ്പോഴത്തേക്ക് മറ്റുള്ളവരോട് ചെയ്തിട്ടുള്ള കുറ്റങ്ങളും ദ്രോഹങ്ങളും ഇതിനകത്ത് എല്ലാം എനിക്ക് മനസ്സിലായത് ഇതാണ്: ഞാൻ എന്നെ തന്നെ പൊറുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ആരെയും പൊറുക്കാനൊക്കത്തില്ല. ഞാൻ എന്നെ തന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞും കുറ്റം ചുമത്തിയും തല്ലിയും ഇങ്ങനെ എന്നും രാത്രിയിൽ കരഞ്ഞുകൊണ്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു സംഭവത്തിനകത്തോ ആദ്യം ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ എന്നെ തന്നെ ക്ഷമിക്കണം. ഞാൻ ജീവനോടുണ്ടെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്, ദൈവം എന്നെ ക്ഷമിച്ചുകൊണ്ടാണ് ഞാൻ ജീവനോടുള്ളത്. അപ്പം ദൈവം എന്നെ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാകുന്നു എന്നെ തന്നെ ക്ഷമിക്കാതിരിക്കാൻ എന്നുള്ളൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. ആ ക്ഷമ നമ്മളിൽ തന്നെ വരുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോടും മറ്റുള്ള സാഹചര്യത്തിനോടും നമുക്ക് ക്ഷമിക്കാൻ ഒക്കുന്നത്. ഈ നമ്മുടെ ലൗകികമായിട്ടുള്ള ജീവിതത്തിൽ ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്. നമ്മൾ പണ്ട് ഒറ്റപ്പെട്ടു പോയ ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഞാനിപ്പം എൻ്റെ ഫാമിലിയുടെ മിഡിലുണ്ട്. എവിടെ പോയാലും എവിടെ പോയി എന്ത് ചെയ്തു, മരുന്ന് കഴിച്ചോ, ശാപ്പാട് കഴിച്ചോ, അന്വേഷിക്കാനും ചോദിക്കാനും ആളുണ്ടെന്ന്. ഈ ആൾക്കാർ തന്നെ അന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരെ എല്ലാം തെള്ളി നീക്കി ദൂരെ വെച്ചേക്കുമായിരുന്നു. കാരണം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എൻ്റെ കുടിയായിരുന്നു, എൻ്റെ ബോട്ടിലായിരുന്നു. ആ ബോട്ടിലിൻ്റെ ഇമ്പോർട്ടൻസ് പോയപ്പോൾ എനിക്ക് ഹ്യൂമൻ ഇമ്പോർട്ടൻസ് എന്നെ മുന്നിൽ വെളിപ്പെട്ടു വന്നു. അപ്പോൾ 8ഉം 9ഉം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തന്നെ ഒരു സുബോധം ഉണ്ടാകുകയാണ്. എൻ്റെ പേടി, നമ്മൾ ആദ്യം തുടങ്ങിയപ്പോഴും പറഞ്ഞല്ലോ, പേടിയായതിൻ്റെ എല്ലാം റൂട്ട് കോസ്. ആ പേടി പലതും മാറി തുടങ്ങി. മനുഷ്യരോടുള്ള പേടി, അവസരത്തിനോടുള്ള പേടി, ഓരോ സ്ഥലത്തിൻ്റെ പേടി, ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് മാറി തുടങ്ങി. ബിക്കോസ് എൻ്റെ കൺമുമ്പാകെ ഇതെല്ലാം ഇങ്ങനെ ഞാൻ ഈ 4, 5, 6, 7, 8, 9 പടി ചെയ്യുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ തുറന്ന് വരുവാണ്. അപ്പോൾ ഓരോ സ്റ്റേജിലും എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കൊണ്ടിരിക്കുവാണ്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് വരുന്നത്, ഞാൻ ചിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ മറന്നുപോയിട്ടുണ്ട്. എൻ്റെ ചിരി തിരിച്ചു വരുന്നു. മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തിരിച്ചു വരുന്നു. താഴ്മയും വിനയവും ഞാൻ ചോദിക്കാതെ തന്നെ, എനിക്ക് അറിയാതെ തന്നെ അതെല്ലാം എൻ്റെ ഭാവനയിൽ വന്നു തുടങ്ങി. സോ ആ ഒരു പ്രൊഫൗണ്ട് പേഴ്സണാലിറ്റി ചേഞ്ച്, ആ ഒരു ചേഞ്ച് എന്നിലുണ്ടായത് ഈ കാരണം. ആ ഒരു ചേഞ്ച് ഉണ്ടായെങ്കിലേ എനിക്ക് ജീവിക്കാൻ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പിന്നെയും ആ പഴയ പന്നിക്കൂട്ടി തന്നെ പോയി വീഴും. ഒരു നല്ല ഒരു സ്ഥലമല്ല അത്. ഇറ്റ് ഈസ് നോട്ട് എ നൈസ് പ്ലേസ്. സോ ജീവിക്കണമെങ്കിൽ ഒരു മനുഷ്യനായിട്ട് ജീവിക്കണം. അത് ഞാൻ ഇന്ന് ജീവിക്കുന്നു. ഇപ്പോൾ 8ഉം 9ഉം പടി ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് നമ്മൾ മാപ്പ് ചോദിക്കുക, പരിഹാരം ചെയ്യേണ്ടത് പരിഹാരം, ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സ്വാതന്ത്ര്യം ആണ് നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചത്. 2 വീഴ്ച കഴിയുമ്പോൾ എനിക്ക് ഒരു കുറ്റബോധവും ഇല്ലെന്ന് പറയുന്നില്ല. ദിസ് ഇസ് വാട്ട് ആക്ച്വലി കുറ്റബോധം. ഞാൻ പ്രവൃത്തി കൂടെ ഞാൻ ചെയ്യേണ്ടത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കുറ്റബോധങ്ങൾ മാറും. പിന്നെ എനിക്ക് കുടിയുടെ ബോട്ടിലിൻ്റെ ആവശ്യം വരുന്നില്ല. 10ാം പടിയിൽ പിന്നെയും എന്നും ഞാൻ എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്ത ആ ദിവസം ഞാൻ നേരത്തെ സംസാരിച്ച പോലെ രാവിലെ ഞാൻ പറയും ഇത് ചെയ്യത്തില്ലെന്ന്, അത് പിന്നെയും ചെയ്യും. ദൈവം മുമ്പാകെ സമർപ്പിക്കും, പിന്നെയും അത് ഞാൻ ഇങ്ങോട്ട് എടുക്കും. മനുഷ്യ സ്വഭാവം അത്. ഞാൻ കംപ്ലീറ്റ് ആകാൻ പോകുന്നില്ല ഒരിക്കലും. ഐ വിൽ മേക്ക് മിസ്റ്റേക്സ്. ഞാൻ മരിക്കുന്ന സമയത്ത് മിസ്റ്റേക്സ് ഉണ്ടാക്കും, പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യത്തില്ല. അഥവാ അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തെങ്കിൽ അത് തിരുത്താൻ നോക്കും. ആ പഴയ ഫിലിപ്പും ഇപ്പോഴുള്ള ഫിലിപ്പുമായിട്ടുള്ള ഒരു വ്യത്യാസമാണത്. 11ാം പടി സീക്ക് ത്രൂ പ്രെയർ ആൻഡ് മെഡിറ്റേഷൻ. ആ ഒരു 11ാം പടി വരുമ്പോഴത്തേക്ക് പ്രെയർ ആൻഡ് മെഡിറ്റേഷൻ എൻ്റെ സെൻറ്റർ പോയിന്റ് ആകുകയാണ്. ദൈവം ഇല്ലാത്തൊരു ജീവിതം ഇല്ലാതാവുകയാണ്. ഞാൻ വേറെ ഒരു ഇൻസിഡൻറ്റൂടെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഷെയറിങ് നിർത്താം. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ബോംബെക്ക് പോകുമ്പോൾ ഒരു ടാക്സി
ഞാൻ ഓർഡർ ചെയ്തു. ഈ ടാക്സിക്കാർക്കെല്ലാം ഉള്ള ഒരു സ്വഭാവമാണ്. ഈ 1.5-2 മണിക്കൂറിൻ്റെ ഓട്ടോ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് എയർപോർട്ടിൽ പോകാൻ. നോൺ സ്റ്റോപ്പ് അയാളുടെ ഹെഡ്സെറ്റിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് അങ്ങ് ഒരുപാട് ഇറിറ്റേഷൻ വന്നു. സാധാരണ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി 2 തെറിയും വിളിച്ച് വണ്ടിയെ 2 തൊഴിയും തൊഴിച്ചിട്ട് വേറെ ഒരു കാർ പിടിച്ച് പോകുന്നതായിരുന്നു എൻ്റെ ഒറിജിനൽ സ്വഭാവം അതായിരുന്നു. ഇത് ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിൽ കൂടെ ഞാനിങ്ങനെ വിചാരിച്ചു, വണ്ടി നിർത്തണോ അതോ അവനെ തട്ടി പറയണോ മിണ്ടാതെ വണ്ടി ഓടിക്കാനെന്ന്. സോ ഐ കെപ്റ്റ് ഇറ്റ്. ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷനായിട്ട് ഇങ്ങനെ കിടന്ന് കലങ്ങുമായിരുന്നു. എൻ്റെ മനസ്സിൽ കൂടെ പോയി അവന് ദിവസം മുഴുവൻ വണ്ടി ഓടിക്കുന്നവൻ അവന് ബോറാകത്തില്ലേ, അവനും വല്ലതും വേണ്ടേ? പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ദ പോയിന്റ്. അത് ഞാൻ ആ വണ്ടി ആ ഒരു 1.5-2 മണിക്കൂറിന് വേണ്ടി ഞാൻ ഹയർ ചെയ്തേക്കുക. അതിന് ഞാൻ കാശ് കൊടുക്കുവാണ്. ആ കാശിനകത്ത് ഐ എക്സ്പെക്ട് സർട്ടൻ സർവീസസ്. ആ സർവീസ് അവനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി അവൻ സംസാരിച്ചുകൊണ്ട് പോയത് ഇറ്റ് ഈസ് നോട്ട് നൈസ്. അപ്പം ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിറങ്ങി. അവൻ പറഞ്ഞു ഇത്ര രൂപയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്ക് കാശ് തരുന്നതിന് മുമ്പേ നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എനിക്ക്. നീ ആ ശാന്തിനികേതൻ ഞാൻ താമസിക്കുന്ന ശാന്തിനി അവിടുന്ന് എയർപോർട്ട് വരെ 1.5 മണിക്കൂർ നീ ഒരു വായെടുക്കാതെ സംസാരിച്ചു. നിനക്കൊരു വിചാരം ഉണ്ടായിരുന്നോ ഞാൻ ഒരു പാസഞ്ചർ പുറയിൽ ഇരിപ്പുണ്ടെന്ന്? അഥവാ ഞാൻ നിന്റെ സ്ഥാനത്തായിരുന്നു നിനക്കത് ഇഷ്ടപ്പെടുമായിരുന്നോ? ഇല്ല സാറേ പറ്റുന്നു. ഞാൻ പറഞ്ഞു നീ അതെപ്പോഴും ഓർത്തിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു പാസഞ്ചറിൻ്റെ കംഫർട്ടും കൺവീനിയൻസുമാണ്. ഞാൻ ഏത് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ആ വണ്ടിയിൽ വന്നിരുന്നെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റും. നീ എനിക്കത് കംഫർട്ട് തരേണ്ടേ പറ്റിയില്ല. അത്രമാത്രം പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങ് പോയി, അവൻ്റെ കാശും കൊടുത്തിട്ട്. ഈ ഫിലിപ്പ് എവിടുന്ന് വന്നു, എങ്ങനെ ഇത് നടത്തിയെന്നുള്ള എനിക്കിപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പം എനിക്ക് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നിൽ ഉണ്ടാകുകയും ഞാൻ തന്നെ അത് കാണുകയാണ്. ഐ എം സീയിങ് ദാറ്റ് ചേഞ്ച് ഇൻ മീ. സോ ഇതെല്ലാം ദൈവകൃപയാണ്. പക്ഷെ ദൈവകൃപ എത്രമാത്രം ഉണ്ടെങ്കിലും നമ്മുടെ പാകം നമ്മൾ ചെയ്തില്ലെങ്കിൽ ദൈവത്തിന് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ, എന്നെ കൊണ്ടൊന്നും ചെയ്യാനൊക്കത്തില്ല. സോ ദിസ് പ്രോഗ്രാം, ഈ ഒരു പ്രോഗ്രാം ദൈവികമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇതിന് പെർഫെക്റ്റായിട്ട് 10/10 ഇല്ല. എനിക്ക് തോന്നുന്ന സ്കെയിൽ ഓഫ് 1 to 10 ഒരു 6-7 നിൽക്കുവാണെങ്കിലും ഇറ്റ് ഇസ് നൈസ്. ബിക്കോസ് ദർ ഇസ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. വളരാൻ ഒരുപാട് സ്ഥലമുണ്ട്. ഞാൻ എൻ്റെ 10-40 കൊല്ലത്തെ വളർച്ചയാണ് നിങ്ങളുടെ കൂടെ പങ്കിട്ടത്. ഞാൻ ഒരുപാട് നാളായി ഷെയർ ചെയ്തിട്ട്. ഇന്ന് ഷെയർ ചെയ്യാനും എനിക്ക് ഇച്ചിരി മടിയായിരുന്നു. 2-3 പ്രാവശ്യം രാമേട്ടനോട് ഞാനത് പോസ്റ്റ്പോൺ ചെയ്തു. പക്ഷേ എനിവേ, താങ്ക് യു ഫോർ ഗിവിങ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. ഞാൻ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങളെ ഒന്ന് ഇളക്കി മറിച്ചെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്, ഗുഡ് ലക്ക് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.